എല്ലാവരും വന്നിട്ടേ ഉള്ളൂ. സകലരും ഇവിടെ ഉണ്ട്. നല്ല ഉഗ്ര ക്ഷേത്രം കേൾക്കും. നല്ല പോസിറ്റീവ് എനർജി. ഭഗവാന്മാരൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അവിടെ. ഒരു വലിയ നമസ്കാരം നിങ്ങൾക്ക്. പൊന്നുപോലെ മഹാദേവനെ സംരക്ഷിക്കുന്ന ഓരോ വ്യക്തികൾക്കും പാദ നമസ്കാരം, സ്നേഹ നമസ്കാരം, ബഹുമാനത്തോടെയുള്ള നമസ്കാരം. ഈ കണ്ണുനീര് നിങ്ങൾക്ക് വേണ്ടി വരിക. സരസ്വതി നമോസ്തുഭ്യം. ഉറക്കെ നമ്മൾ ഒരുമിച്ച് നാമം ജപിക്കണം. ഇറങ്ങി വന്ന് കാല് പിടിക്കാൻ കൂടെ നാമം ജപിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങളുടെ കൂടെ പുറപ്പാണെന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം നിങ്ങളുടെ കാലിൽ വീണ് നമസ്കരിക്കാൻ എനിക്കൊരു മടിയില്ല. ഞാൻ ലോകത്തിൽ ഏറ്റവും ചെറിയ ആളാണ്. ഈ കണ്ണുനീര് പോലും എൻ്റെ അമ്മയുടെ പാദത്തിൽ വെച്ചതാണ്. ഒരു പരിവേഷം വന്നേക്കരുത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ സേവകനാണ്. ന്യൂ ജനറേഷനൊക്കെ ഓൾഡ് ജനറേഷനൊക്കെ അങ്ങനെ ഒരു ജനറേഷൻ എനിക്കില്ല. മമ്മി ഡാഡി ഫാഷൻ ഫ്യൂഷൻ ഫ്രീഡം ഫെമിനിസം FTV ബ്ലൂടൂത്ത് മൊബൈൽ ഇന്റർനെറ്റ് ചാറ്റിംഗ് ബ്രൗസിംഗ് മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ലവ് ജിഹാദ് ഡേറ്റിംഗ് ഇത് എല്ലാത്തിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് നാമം ജപിക്കും. അതൊക്കെ വെറും ഒരു മോഹവലയം മാത്രമാണ്. ഇപ്പോഴത്തുള്ള പോലെ ആധ്യാത്മികതയിലും നമ്മളിപ്പൻ്റെ അതാണ് 60-70 ഇടയിലുള്ള ഗുണം. പഴയ ആൾക്കാരെ കൂടെ കൂടാം, പുതിയ ആൾക്കാരെ കൂടെ കൂടാം. കണ്ണടച്ചോ. സരസ്വതി നമോസ്തുഭ്യം. നമ്മുടെ നാട്ടാണ് പ്രശ്നം അല്ലേ? എവിടെ തമിഴിലൊരു സംസാരമുണ്ട്. സംസാരം നന്നായ സംസാരം നന്നായ സംസാരം നന്നായി. സംസാരം എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടാക്കിയാണ്. ഭാര്യയുടെ സംസാരം നന്നായ ജീവിതം നന്നായി എന്നാണ്. പക്ഷെ ദേവി രൂപത്തിലാണ്, നമ്മള് ഈശ്വര രൂപത്തിലാണ്, അമ്മയുടെ രൂപത്തിലാണ് വീട്ടിലെ സ്ത്രീകളെ കാണേണ്ടതും ബഹുമാനിക്കേണ്ടതും. അങ്ങനെ തന്നെ അവർ പെരുമാറും വേണമോ എന്തുകൊണ്ട് കാര്യം മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് സരസ്വതി നമോസ്തുഭ്യം. സുരേഷ് ഗോപി അല്ല പറയുന്നത്, റിമി ടോമി അല്ല പറയുന്നത്, പ്രശാന്തേട്ടനാ. ഒന്ന് പറയോ? സരസ്വതി നമോസ്തുഭ്യം. വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും ഒന്ന് കുറച്ചു നേരം നമുക്ക് എല്ലാ ദേവീനെയും വിളിച്ചു കൊണ്ടുവരാം. ഇവിടെ ആറ്റുകാലിൽ തൊട്ടിട്ട് സകല ദേവിമാരെയും ചോട്ടാരി ഗ്രാമത്തൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം ശിവപുരോട്ട്. എന്നിട്ട് നമുക്ക് അടുത്ത ശങ്കര മഹാദേവിയൊക്കെ പാടാം കേട്ടോ. നിറമുതലും വീരിയൊക്കെ പാടി കരഞ്ഞുകൊണ്ട് ഭഗവാനോടൊപ്പം പ്രാർത്ഥിക്കാം. ഒന്ന് ക്ഷമയോടുകൂടി കുറച്ചു നേരം സ്വസ്ഥമായിട്ടിരിക്കണം.